യൂട്യൂബർ ഹനാൻ ഷായുടെ പുതുവത്സരാഘോഷ പരിപാടിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇന്ന് വൈകിട്ട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. സംഘാടകർ വിനോദ നികുതി അടയ്ക്കാത്തതിനെ തുടർന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ഉത്തരവ്. സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സലാം, ആദ്യം ആ വാർത്ത കണ്ടപ്പോൾ കരുതിയത് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി റീസൺസ് കൊണ്ടായിരിക്കും, അതുകൊണ്ടല്ല വിനോദ നികുതി അടയ്ക്കാതെ പരിപാടി നടത്താനുള്ള നീക്കത്തിനാണ് കോർപ്പറേഷൻ തടയിട്ടതെന്ന് മനസ്സിലാകുന്നു. എന്താണ് വിവരങ്ങൾ? ജിൽസി സൈഫ്, പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഈ ഹനാൻ ഷാ. നമുക്കറിയാം, യൂട്യൂബർ ഹനാൻ ഷാ വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഇന്ന് കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്നത് PPR ലൈസൻസ് ഈ പരിപാടിക്ക് വേണ്ടി വാങ്ങിയിരുന്നില്ല, അതോടൊപ്പം തന്നെ വിനോദ നികുതി അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് പരിപാടി നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പരിപാടി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഘാടകർ പരിപാടി നടത്താൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസിനെ ഇടപെടിച്ച് ഈ പരിപാടി നിർത്തിവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുകൂടി ഈ കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയ സ്റ്റോപ്പ് മെമ്മോയിൽ പറയുന്നുണ്ട്. ഈ വിനോദ നികുതി അടക്കാത്തതും അതോടൊപ്പം തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ PPR ലൈസൻസ് വാങ്ങാത്തതുമാണ് ഇങ്ങനെ പരിപാടിക്ക് സ്റ്റോപ്പ് മെമ്മോ ലഭിക്കുന്നതിന് കാരണമാക്കിയതെന്നാണ് സ്റ്റോപ്പ് മെമ്മോയിൽ തന്നെ സെക്രട്ടറി പറയുന്നത്. അതാണ് കാര്യം. ഞാൻ കരുതിയത് കഴിഞ്ഞ ദിവസം വേടന്റെ പരിപാടിയിൽ ഒരാൾ മരിക്കുന്നു, മരിച്ചത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടല്ല, റെയിൽ ക്രോസ് ചെയ്തതാണ്. പക്ഷേ ഞാനും കരുതി സുരക്ഷാ കാരണങ്ങൾ കൊണ്ടായിരിക്കും, പക്ഷേ കാര്യമൊന്നും അതല്ല എന്ന് മനസ്സിലാവുന്നു. ഇനിയിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ, വിനോദ നികുതി അടക്കാത്ത ഒരു കാരണമായി, സുരക്ഷാ പ്രശ്നം കൊണ്ട് അനുമതി കൊടുക്കാതെ വിനോദ നികുതി ഒരു കാരണമായി പറയുകയാണോ എന്ന് പറയാൻ പറ്റില്ല.